അതിനകത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് തോന്നി ഇത് രസമായിട്ട് അവരൊക്കെ നാച്ചുറലായിട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് എന്റെ മനസ്സിൽ തോന്നി സത്യം. അത് കഴിഞ്ഞ് ഞാൻ എന്റെ മക്കളോട് വരുമ്പോൾ അയ്യോ അമ്മ അവരൊക്കെ വേറെ പടങ്ങളിലൊക്കെ അഭിനയിക്കുന്നുണ്ട് എനിക്കറിയാം. അപ്പോഴാണ് പൃഥ്വി എന്നെ ഓർമ്മപ്പെടുത്തി അമ്മയ്ക്ക് ഓർമ്മയില്ലേ സാഗറിനെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്ന് എന്റെ സന്തോഷം എന്ന് പറഞ്ഞത് ഇങ്ങനത്തെ പടങ്ങൾ ഓടുമ്പോഴുണ്ടല്ലോ ഞങ്ങളെ പോലെയുള്ള അമ്മമാർക്ക് ഒരു അഭിമാനവും സന്തോഷമാണ്. കാരണം ഇതൊരു താരമൂല്യം കൊണ്ട് ഓടിയ പടമല്ല. ഒരു ചെറിയ സംഭവത്തിന് 2-2.25 മണിക്കൂറോ 2.5 മണിക്കൂറോ ഒരു സിനിമയാക്കി അതിമനോഹരമായിട്ടൊരു തിരക്കഥയുണ്ടാക്കി അത് പിന്നെ സ്ക്രിപ്റ്റാക്കി അതിലും ഗംഭീരമായിട്ട് സംവിധാനം ചെയ്തു. അതിലൊക്കെ ഉപരിയായിട്ട് എന്താ ക്യാമറ എഡിറ്റിങ്ങും. ഞാൻ പോലും ഒരു ഷോട്ടിൽ ഞെട്ടിപ്പോയി. അവസാനം വീട്ടിൽ കണ്ണാടിയിൽ എന്നെ കണ്ടപ്പോൾ ഞാനും ഒന്ന് ഞെട്ടിയോ പോയില്ല. അപ്പൊ സത്യം പറയുകയാണെങ്കിൽ അത്ര മനോഹരമായിട്ട് ഈ പടം എടുത്തു. എനിക്ക് എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന വിദേശിന് വല്ലതും തോന്നുന്നു ചോദിച്ചാൽ എന്റെ ഫോണിനകത്ത് 1000 മെസ്സേജ്. അതിനകത്ത് ഏറ്റവും വലിയ ഒരു അഭിമാനം എന്ന് പറയുന്നത് വിദേശത്തു നിന്നാണ് കൂടുതൽ മെസ്സേജുകൾ. ലണ്ടനിലൊക്കെ 30 സീറ്റ് അവിടുത്തെ നമ്മുടെ ഈ പാരഗണിന്റെ ഒക്കെ ഒരു എന്റെ ഒരു വലിയ നിങ്ങൾക്കൊക്കെ അറിയാം കൊച്ചിനക്കറി ലേഡി പൃഥ്വിരാജനെ വിളിക്കുന്നുണ്ട്. അതിനിടെ അച്ഛൻ അവരുടെ ഇവിടെ ഒരു സ്റ്റാഫ് മുഴുവൻ പോയിട്ട് ആദ്യം ടിക്കറ്റ് കിട്ടിയില്ല. അപ്പൊ അവരിപ്പോൾ നമ്മെ ഞങ്ങളൊക്കെ വിചാരിച്ചതെന്ന് വെച്ചാൽ സാധാരണ മമ്മൂട്ടി സാറും മോഹൻലാൽ സാറിനൊക്കെ പെട്ടെന്ന് ടിക്കറ്റ് ചിലപ്പോൾ ആദ്യത്തെ ദിവസം പെട്ടെന്ന് എന്നാൽ ഇത് 3 ദിവസം കഴിയാണ് അവർക്ക് ടിക്കറ്റ് കിട്ടിയത്. അപ്പൊ അവര് അപ്പൊ എന്തോ കാര്യമായിട്ട് ഈ പടത്തിലുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ കണ്ടപ്പോഴാണ് അറിയുന്നത് ഒരു ഫ്രെയിം പോലും ബോറടിക്കാതെ ആർക്കും ഇന്റർവെല്ലൊന്നും പുറത്ത് പോകണ്ട, പെട്ടെന്നങ്ങാണ്ട് കയറി വന്നാലോ പടം എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ എല്ലാവരും ഇരിക്കുകയായിരുന്നു. അത്ര നല്ലൊരു പടം. ഇങ്ങനത്തെ പടമൊക്കെ വരുമ്പോൾ നമുക്കൊരു ഭയങ്കര ത്രില്ലാണ്. ഈ സ്ഥിരം കണ്ട സാധനങ്ങൾ എന്തിനാണ് അപ്പൊ നമുക്ക് വലിയ 500 കോടി 400 കോടിയൊക്കെ മുടക്കി പടം ഇതുപോലത്തെ ഒരു 4-5 പടം എടുത്തതിന് ഒന്നാമത്തെ കാര്യം ഞാൻ തുറന്ന് പറയണം, ഇങ്ങനത്തെ പടങ്ങൾ ഓടാൻ പ്രേക്ഷകരും മാധ്യമങ്ങളും സഹായിക്കണം. എന്നെങ്കിലേ ഇൻഡസ്ട്രി വളരത്തുള്ളൂ. പറയുമ്പോൾ ഡയലോഗാണ് ചിലർക്ക് എല്ലാം പറയാമെങ്കിലും എത്ര പേരാണെന്നറിയാം ഈ തൊഴിലിന്റെ പുറകിൽ ജീവിക്കുന്നവര്. അവരെ സംബന്ധിച്ച് ഈ ചിത്രങ്ങളുടെ എണ്ണം കൂടുമ്പോഴാണ് അവർക്ക് ജോലി കൂടുതൽ കിട്ടുന്നത്. ഈ പടമൊക്കെ ഓടിക്കഴിഞ്ഞപ്പം സത്യം ഞാനാണെങ്കിൽ ഞാനുള്ള ഏത് പടം 2 സീനുണ്ടെങ്കിലും ശരി ഞാൻ റിലീസിന്റെ അന്ന് പോയി സകല ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴിൽ ഭഗവാനെ ഈശ്വര മുടക്കിയ കാശെങ്കിലും കിട്ടണേ. ആ പരിപാടിയൊന്നും ഇന്നില്ല. അതൊക്കെ ഞങ്ങളെ പോലെയുള്ള പഴയ അമ്മമാരുടെ ഒരു രീതിയാണ്. രാവിലെ ഒന്ന് കുളിച്ച് തൊഴാൻ പോകുക എന്നൊക്കെ പറഞ്ഞത്. അത് കഴിഞ്ഞ് വരുന്ന റിപ്പോർട്ടുകളും വിളിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ കൂടി ഇത് ആരോട് എന്ത് ഉത്തരവാണ് പറയേണ്ടത് എനിക്കറിയാൻ വയ്യ. വിജേഷിന്റെ പറയണോ, നിർമ്മാതാക്കളെ പറയണോ, അത് ഈ പറഞ്ഞ തിരക്കഥയും പാട്ടും ക്യാമറയും എഡിറ്റിങ്ങും എല്ലാം കൂടെ നമ്മൾ പറഞ്ഞതിൽ ഒരു സമഞ്ജസമായിട്ട് സമ്മേളിക്കാനൊക്കെ അത്ര പെർഫെക്റ്റ് ആയിട്ട് എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുപോയ ഒരു പടം ഈ അടുത്ത കാലത്ത് ഞാനടക്കമുള്ളവർ കാണുന്നത് പ്രകമ്പനം. ചുമ്മാതല്ല കേരളം പ്രകമ്പനം കൊണ്ടത്.